ആദിയിൽ പ്രകൃതി തന്നെയായിരുന്നു കർഷകൻ. ഗർഭഗ്രഹങ്ങളിൽ വിത്ത് ഒളിപ്പിച്ചു വെച്ച് മണ്ണ് ഋതുഭേദങ്ങൾക്കായി കാത്തുകിടന്നു. പുതുമഴ പുതിയ നാമ്പുകളെ ഉണർത്തി. മുളച്ചും തളർത്തും വളർന്നും പടർന്നും പൂവിട്ടും ഫലമണിഞ്ഞും സസ്യജാലം മനുഷ്യനെ ഊട്ടി. മണ്ണും വിണ്ണും മാനവകുലത്തിന്റെ മാതാപിതാക്കളായി. മണ്ണിൽ ജനിച്ച് മണ്ണിൽ കിടന്ന് മണ്ണിനോടൊട്ടി അവൻ വളർന്നു. വിണ്ണിൽ നിന്ന് ഊർജം സ്വീകരിച്ചു. അവന്റെ മാതാവും പിതാവും ഗുരുവും ദൈവവും പ്രകൃതിയായിരുന്നു. കാലപ്പകർച്ചയിൽ പ്രകൃതി മനുഷ്യനെ കൃഷി പഠിപ്പിച്ചു. അവൻ മണ്ണിന്റെ മനസ്സറിഞ്ഞു. ഋതുഭേദങ്ങളുടെ കണക്ക് അവൻ ഹൃദിസ്ഥമാക്കി. ഋതുക്കളുമായി ആത്മീയമായി ഐക്യപ്പെട്ടു. മഴ നക്ഷത്രങ്ങൾ മഴയുടെ വരവറിയിച്ചു. ഞാറ്റുവേലകളിൽ അവൻ വിത്തിറക്കി. സൂര്യചന്ദ്രന്മാരും മഞ്ഞും മഴയും അവന്റെ വിളകൾക്ക് കാവലായി. അരുമയോടെ അവൻ വിളകളെ പരിപാലിച്ചു. പ്രകൃതിയുടെ കനിവായി വിളവ് സ്വീകരിച്ചു. കുടുംബത്തെയും നാടിനെയും ഊട്ടി. അവർ മനസ്സറിഞ്ഞ് അധ്വാനിച്ചു. വയർ നിറഞ്ഞ ഉണ്ടു. അവന്റെ ശരീരവും മനസ്സും അരോഗമായിരുന്നു. ആരോഗ്യമായിരുന്നു അവന്റെ ലാഭം, ശരീരത്തിന്റെയും മനസ്സിന്റെയും ആരോഗ്യം. പിന്നീടെപ്പോഴോ ലാഭഛേദങ്ങളുടെ കണക്ക് മനുഷ്യ മനസ്സിൽ കയറിപ്പറ്റി. വിതയ്ക്കുന്നതും കൊയ്യുന്നതും അറപ്പുരകളിൽ ശേഖരിച്ചു വയ്ക്കാനും മറിച്ചു വിറ്റ് ലാഭിക്കാനും വേണ്ടിയായി. അവിടെ മനുഷ്യകുലത്തിന്റെ ദുർവിധി കുറിക്കപ്പെട്ടു. കൃഷിയുടെ ഈറ്റില്ലമാണ് ഭാരതം. ആര്യന്മാരുടെ കുടിയേറ്റത്തിന് മുന്നേ തന്നെ ഭാരതത്തിൽ സമ്പന്നമായ കാർഷിക സംസ്കാരം നിലനിന്നിരുന്നു. നമ്മുടെ സാംസ്കാരിക വൈവിധ്യത്തെക്കാൾ എത്രയോ മടങ്ങായിരുന്നു കാർഷിക വൈവിധ്യം. തദ്ദേശീയങ്ങളായ നൂറുകണക്കിന് വിത്തിനങ്ങൾ, സമ്പന്നമായ സസ്യ ജന്തുജാലങ്ങൾ, ദേശത്തിനിണങ്ങുന്ന കൃഷിരീതികൾ, നാട്ടറിവുകൾ. നമ്മുടെ പഴയ കൃഷിരീതിക്കുള്ള ഗുണം അതെപ്പോഴും മനുഷ്യന് യോജിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഉണ്ടായിരുന്നത്. പ്രകൃതിക്ക് യോജിക്കുന്ന കൃഷി രീതിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം പ്രകൃതിക്ക് ഒരു തകരാറുണ്ടാകത്തില്ല, മനുഷ്യനോട് തകരാറുണ്ടാകത്തില്ല. എന്നാൽ സ്വാതന്ത്ര്യാനന്തര ഭാരതം ഒരു ഗൂഢാലോചനയ്ക്ക് ഇരയായി. ഗ്രാമങ്ങളിൽ അധിഷ്ഠിതമായ ഗാന്ധിയൻ വികസന നയം ഇന്ത്യയിൽ നടപ്പിലാവുന്നത് തടയുന്നതിന് ആവിഷ്കരിച്ച അന്താരാഷ്ട്ര ഗൂഢാലോചന. 1965 മെക്സിക്കോയിൽ നിന്ന് കുള്ളൻ ഗോതമ്പ് വിത്ത് ഇന്ത്യയിലെത്തി. അതോടെ ആ വ്യാജ വിപ്ലവത്തിന് വഴിതെളിഞ്ഞു. ഹരിത വിപ്ലവം ഇന്ത്യൻ മണ്ണിൽ തേരോട്ടം തുടങ്ങി. പുതിയ പുതിയ വിത്തിനങ്ങൾ, വിളവ് കൂടാൻ രാസവളം, കളകൾക്ക് കളനാശിനി, കീടങ്ങൾക്ക് കീടനാശിനി. കലപ്പകൾ യന്ത്രങ്ങൾക്ക് വഴിമാറി. കടും കൃഷിയും കൊടും കൃഷിയും പൊടിപാറി. വിപ്ലവം മുന്നേറി. വിളവെടുപ്പ് മഹോത്സവങ്ങളായി. ധാന്യപ്പുരകൾ നിറഞ്ഞു. സങ്കര സന്തതികളായ നാൽക്കാലികൾ അകിട് തുറന്നേ വെച്ചു. ഹരിത ധവള വിപ്ലവങ്ങളുടെ ആചാര്യന്മാരെ രാജ്യം ആദരിച്ചു. പക്ഷേ ഈ നല്ല കാലം അധികം നീണ്ടു നിന്നില്ല. ഹൈബ്രിഡ് വിത്തുകൾ ഫലിക്കാതെയായി. രാസവളങ്ങളും കീടനാശിനികളും മണ്ണിനെ ശ്വാസം മുട്ടിച്ചു. മണ്ണിനെ മണ്ണാക്കിയ ജീവാണുക്കൾ നശിച്ചു. മണ്ണ് മരിച്ച് മരുഭൂമിയായി. മരിച്ച മണ്ണിൽ കൃഷി പിഴച്ചു. കൃഷി ഇറക്കാൻ കടം വാങ്ങിയ കർഷകൻ കെണിയിലായി. അളമുട്ടിയ അവൻ ആത്മഹത്യയിൽ അഭയം തേടി. കൃഷി കടുത്ത പ്രതിസന്ധിയിലായി. കൂടുതൽ ആദായത്തിന് വേണ്ടി, കൂടുതൽ വിളവുണ്ടാകാൻ വേണ്ടി കൂടുതൽ വളങ്ങൾ, പ്രത്യേകിച്ചും രാസവളങ്ങൾ, അതുപോലെ രാസ കീടനാശിനികൾ, അതുപോലുള്ള വസ്തുക്കൾ ഉപയോഗിക്കാൻ തുടങ്ങി. കർഷകന്റെ ശവപ്പറമ്പായ കൃഷിഭൂമിയിൽ വിളഞ്ഞതും വിഷം. വിഷം ഭക്ഷിച്ച് മനുഷ്യന്റെ ശരീരവും മനസ്സും രോഗാതുരമായി. സമൂഹം രോഗാതുരമായി. ആതുരാലയങ്ങൾ പെരുകി. നമ്മൾ മെഡിക്കൽ കോളേജിലൊക്കെ കുട്ടികളുടെ ക്യാൻസർ വാർഡുണ്ട്. കുട്ടികൾക്ക് വരെ ക്യാൻസർ. ഈയിടെ കപ്പാട്ട് ഒരു 3.5 വയസ്സുള്ള കൊച്ചിനും ബ്ലഡ് ക്യാൻസർ എന്ന് കേട്ടു. ശിശുക്കൾക്കും മുതിർന്നവർക്കെല്ലാം ക്യാൻസറും അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങളും നമ്മൾ പത്രങ്ങളിൽ കാണുന്നു. ഈ കുഴഞ്ഞു വീണ് മരണം. കാരണം സ്വാഭാവിക ഭക്ഷണം വിട്ട് കൃത്രിമ ആഹാരത്തിലേക്ക് ശരീരം പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. ബാക്കി ഒരു ജീവിയും കുഴഞ്ഞു വീഴുന്നില്ല. ഇതുപോലെ അല്ലേ? മനുഷ്യൻ മാത്രമേ ഈ കുഴഞ്ഞു വീണ് മരിക്കുന്നുള്ളൂ. അതായത് ക്യാൻസർ പിടിച്ച് കിടക്കുന്നതും മനുഷ്യൻ മാത്രമേ ഉള്ളൂ. ആസ്മ പിടിച്ച് വലിക്കുന്നതും മനുഷ്യൻ മാത്രമേ ഉള്ളൂ. മനുഷ്യൻ മാത്രമേ വഴിതെറ്റി പോയിട്ടുള്ളൂ. മറ്റൊരു ജീവിക്ക് ഈ അനുഭവം ഉണ്ടാകുന്നില്ല. നമ്മളാരും ഒരു ജീവി അങ്ങനെ കാണുന്നില്ല. ക്യാൻസർ പിടിച്ച് കിടക്കുന്നതോ പ്രമേഹം പിടിച്ച ഒരു ജീവിതം നമ്മൾ കാണുന്നില്ല അല്ലേ? അപ്പം ഇതെല്ലാം മനുഷ്യനാണ് ഈ ഗതികേട് മുഴുവനും. ഇല്ല, ഇതെല്ലാം മനുഷ്യൻ എന്താണ് ഭക്ഷിക്കേണ്ടത്, എന്താണ് ഭക്ഷണം, അവനെ തന്നെ മറന്നുപോയി. 2000 ആണ്ടോടെ ഭാരതത്തിലെ കാർഷിക പ്രതിസന്ധി അതീവ രൂക്ഷമായി. മഹാരാഷ്ട്രയിലെ വിദർഭ മേഖലയിൽ മാത്രം നൂറുകണക്കിന് കർഷകർ ആത്മഹത്യ ചെയ്തു.
ചെറുകിട കർഷകർ കൃഷിയിടങ്ങൾ ഉപേക്ഷിച്ച് നഗരങ്ങളിലേക്ക് പലായനം ചെയ്തു. സർക്കാരുകൾ തലകുനിച്ചു. ഈ പ്രതിസന്ധിയിൽ ഒരു പ്രവാചക ശബ്ദം ഉയർന്നു. സുഭാഷ് പലേക്കർ എന്നായിരുന്നു ആ ശബ്ദത്തിന് പേര്. ആ ശബ്ദം ഇങ്ങനെ മുഴങ്ങി: പ്രകൃതിയിലേക്ക് മടങ്ങുക. To purchase seed, to purchase chemical fertilizer, organic fertilizer, to purchase insecticide, to purchase tractor. Ultimately, the money from the villages will come to cities. The money will not remain in the city. Only commission will be remain in the city, and the money will go to the producing multinational companies. രാസകൃഷിയുടെ ഇരയായിരുന്നു സുഭാഷ് പലേക്കറും. കൃഷിശാസ്ത്രജ്ഞൻ. പാരമ്പര്യമായി കിട്ടിയ ഭൂമിയിൽ കൃഷി പിഴച്ചപ്പോൾ പലേക്കർ കാർഷിക സർവകലാശാലകളെ സമീപിച്ചു. ഫലമുണ്ടായില്ല. തളരാതെ അദ്ദേഹം സ്വന്തം നിലയ്ക്ക് അന്വേഷണം ആരംഭിച്ചു. അതിന്റെ ഫലമത്രേ ചെലവില്ലാത്ത പ്രകൃതി സൗഹൃദ കൃഷിരീതി അഥവാ സീറോ ബജറ്റ് നാച്ചുറൽ ഫാമിംഗ്. യഥാർത്ഥത്തിൽ ഒറ്റ വൈക്കോൽ വിപ്ലവത്തിന്റെ ആചാര്യൻ മസനോബു ഫുക്കുവോക്കയ്ക്ക് ഭാരതീയ ഭാഷ്യം ചമയ്ക്കുകയായിരുന്നു പലേക്കർ. ഒറ്റ വൈക്കോലിന് പകരം ഒരു നാടൻ പശു വിപ്ലവം. ലളിതമാണ് സുന്ദരം, ലളിതമാണ് പലേക്കർ തത്വവും. പ്രകൃതിയെ അറിയുക, പ്രകൃതിയിൽ എല്ലാമുണ്ടെന്ന് അറിയുക. ജീവനുള്ള ഭക്ഷണം ഉത്പാദിപ്പിക്കാൻ ഈ പലേക്കറുടെ മോഡൽ കൃഷി കൊണ്ട് സാധിക്കും. കാരണം പ്രകൃതിയാണ് ഇവർ കൃഷി ചെയ്യുന്നത്. ഞാൻ വലിയ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. പ്രകൃതിയെ പൂർണ്ണമായും ആശ്രയിക്കുന്നു. പ്രകൃതിയിലെ ഉള്ള സൂക്ഷ്മ മൂലകങ്ങളെയും സൂക്ഷ്മ ജീവികളെയും നിലനിർത്തിക്കൊണ്ട് വളർത്തിക്കൊണ്ട് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന എല്ലാ ഭക്ഷ്യവസ്തുവിനും ജീവനുള്ള ഭക്ഷണം. പലേക്കർ പറഞ്ഞു, മണ്ണ് ഉഴുതുമറിക്കേണ്ട, നിലമൊരുക്കേണ്ട, ഹൈബ്രിഡ് വിത്തുകൾ വേണ്ടേ വേണ്ട, രാസവളവും കീടനാശിനിയും തീർത്തും ഒഴിവാക്കുക. പ്രാചീന ഭാരതീയ അല്ലെങ്കിൽ കേരളീയ രീതി അനുസരിച്ച് നമുക്ക് കൃഷിക്ക് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട കാര്യമില്ലായിരുന്നു. ശരിക്കു പറഞ്ഞാൽ കർഷകന് ഒരു കാര്യത്തിലും മറ്റൊരാളെ ആശ്രയിക്കാൻ പാടില്ല. അവർക്ക് അവരുടേതായ തനത് വിത്തുകൾ വേണം, തനത് കാർഷിക രീതികൾ വേണം. അതുപോലെ തന്നെ വളത്തിനും മറ്റുള്ളവരെ ആശ്രയിക്കാൻ പാടില്ല. യഥാർത്ഥത്തിൽ കൃഷിക്ക് വേണ്ടത് സസ്യങ്ങള്, അവയുടെ ഉൽപ്പന്നങ്ങള്, അവയുടെ ഫലങ്ങള്, അവയുടെ തണ്ട്, ഇല, അവ ഉണങ്ങി വീണ് കഴിഞ്ഞാൽ അത് അവിടെ മണ്ണിൽ ലയിച്ച് ചേർന്നാൽ അത് വളമാകും. അതിനു പുറമെ ആ വൃക്ഷങ്ങളിലെ ആ സസ്യങ്ങളിൽ വരുന്ന പക്ഷികള്, ശലഭങ്ങള്, അവയുടെ കാഷ്ടം, അതുപോലുള്ളത് ആ മണ്ണിൽ ലയിച്ച് ചേർന്ന് കഴിഞ്ഞാൽ ഈ സസ്യങ്ങളുടെ അവശിഷ്ടവും ജന്തുവർഗങ്ങളുടെ മലമൂത്രാദികളും മാത്രം മതി നമ്മുടെ മണ്ണിന്റെ ഫലഭൂയിഷ്ഠത നിലനിർത്താൻ. അതിനു പുറമെ നമ്മുടെ മണ്ണിലെ സൂക്ഷ്മാണുക്കൾ വേണം. അതുപോലെ നമ്മുടെ നാടൻ മണ്ണിരകൾ വേണം. നാടൻ മണ്ണിരകളെ നമ്മുടെ പ്രാചീന വേദങ്ങളിലൊക്കെ പുന്നാഗങ്ങൾ എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ ഈ മണ്ണിരകള് അത് നമ്മുടെ വിദേശങ്ങളിൽ നിന്ന് വരുന്ന വിദേശി മണ്ണിരകളല്ല, നമ്മുടെ നാടൻ മണ്ണിരകളെ, മണ്ണിലുള്ള സൂക്ഷ്മാണുക്കള്, ഇവ നമ്മുടെ മണ്ണിന്റെ ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമുള്ളതാണ്. അപ്പൊ നമ്മളെ ഹരിത വിപ്ലവത്തിനെ തുടർന്ന് രാസവസ്തുക്കളെ നമുക്ക് പൊതുവെ അതിന് ബയോസൈഡ്സ് എന്ന് പറയും. ബയോസൈഡ്സ് ജീവനാശിനികളാണ്. അപ്പൊ രാസവളങ്ങൾ, രാസകീടനാശിനികൾ, അതുപോലെ പൂപ്പലുകളെ നിയന്ത്രിക്കാനുള്ള രാസവസ്തുക്കൾ, ഇവയൊക്കെ മണ്ണിൽ വീഴുമ്പോൾ, സസ്യങ്ങളിൽ വീഴുമ്പോൾ നമ്മുടെ മണ്ണ് മലിനമാകും, നമ്മുടെ മണ്ണിലെ സൂക്ഷ്മാണുക്കൾ നശിക്കും, നമ്മുടെ മണ്ണിരകൾ നശിക്കും. അതിനെ തുടർന്നാണ് ജീവജാലങ്ങൾക്ക്, പ്രത്യേകിച്ചും മനുഷ്യർക്ക് നിരവധി രോഗങ്ങളുണ്ടായി. പലേക്കർ കൃഷിക്ക് വേണ്ട മൂലധനം ഒരു നാടൻ പശു മാത്രം. സങ്കര ഇനം വേണ്ട, നാടൻ തന്നെ വേണം. അതിന് കാരണവും അദ്ദേഹം പറയും. സങ്കര ഇനം പശുവല്ല, പശുവും പന്നിയും ചേർന്ന രൂപമത്രേ. ഇവയെ കൗപിക് എന്നാണ് പലേക്കർ വിളിക്കുക. അതിന്റെ പാലല്ല, പാല് പോലുള്ള ദ്രാവകം മാത്രം. അതിന്റെ ചാണകത്തിൽ രാക്ഷസീയ അണുക്കളുണ്ട്. അവ പോഷകങ്ങളല്ല, നാശകങ്ങളാണ്.